നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓണത്തിന്റെ പഴമയോടൊപ്പം കുറച്ച് ആധുനികതയും കൂടെ നമുക്കൊന്ന് കൂട്ടിക്കലർത്തണ്ടേ. പഴമ മാത്രം മതിയോ നമുക്ക്? പഴമ മാത്രം പോരാ. പുതുയുഗത്തില് നമുക്ക് പുതുമയാണ് വേണ്ടുന്നത്. പഴയതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിനകത്തുള്ള ശാസ്ത്ര സത്യങ്ങളും കൂടെ എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മോഡേൺ യുഗത്തിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരണം. അപ്പോഴാണ് അതിൻ്റെ ശരിയായ കാര്യങ്ങൾ വരുന്നത്. ശരിയായ കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് പുറമോട്ടുള്ള അറിവ് ആവശ്യമാണ്. എന്ന് വിചാരിച്ച് എല്ലാം പഴമ 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 അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ മോഡേൺ ആണ്. എപ്പോഴും ആധുനികത നമുക്ക് വേണം. നമുക്ക് മാവേലിയുടെ കാര്യം തന്നെ ഒന്ന് ചിന്തിച്ചാലോ. ഓണത്തെക്കുറിച്ച്. ഓണം ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഓണമാണ്. നാളെ തന്നെ ഓണമാ. അപ്പൊ ഓണം തുടങ്ങി അത്തം നാൾ തൊട്ട് ഓണമാണ് അല്ലേ. അപ്പൊ നമുക്ക് അദ്ദേഹം അതേ മഹാബലിയെ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ മുഴുവൻ അധിപനായിരുന്നു അദ്ദേഹം. ഒരിക്കലും അദ്ദേഹത്തിനെ വാമനനായ അല്ലെങ്കിൽ മഹാവിഷ്ണുവായ ഭഗവാൻ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് കൊണ്ടുപോകുമോ? നല്ലവനായ ഒരു മഹാചക്രവർത്തിയെ നമ്മൾ ആലോചിക്കണം. അന്ന് ഭൂമി മുഴുവൻ വളരെ അധികം സന്തോഷത്തിലായിരുന്നു. പ്രജകളെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇനി അങ്ങനെ ഒരു കാലം ഉണ്ടാക്കിയെടുക്കാനൊക്കെ പ്രയാസമാണ്. എന്നാലും നമ്മളൊന്ന് ചിന്തിക്കുക. എങ്ങനെയാണ് എല്ലായിടും ഒരു സ്വർഗം പോലെയൊക്കെ കുറച്ചൊക്കെ, എവിടെയും കുറെ വേണ്ടാത്ത ചിന്തകളുമായിട്ട് നടക്കുന്ന കുറെ മനുഷ്യർ എന്തായാലും എല്ലായിടവും കാണും. അതിനെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അവർ മുൻജന്മത്തിന്റെ കാര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ അവർ സ്വയം മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതോ ഒക്കെ ആകാം വേണ്ടാത്തതായ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാല് അപ്പൊ ചക്രവർത്തിമാരെ എന്നും അല്ലെങ്കിൽ ഭരിക്കുന്നവരെ എന്നും ആളുകൾ ഓർക്കുന്നത് അവർ ചെയ്ത നന്മകളെയാണ്. യഥാർത്ഥത്തില് മഹാബലി ഭഗവാന്റെ പരമഭക്തനായിരുന്നു. അദ്ദേഹം ത്രികാലജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിന് അറിയാം വാമന രൂപത്തിൽ വരുമെന്നും അദ്ദേഹത്തിനെ സുതലത്തിലേക്ക് ഭരിക്കാനായിട്ട് കൊണ്ടുപോകുമെന്ന്. സുതലത്തിലേക്ക് അവിടെയുള്ള മനുഷ്യരെ കൂടെ അവിടെയുള്ള കാര്യങ്ങളൊന്ന് നേരെയാക്കി എടുക്കാനാണ് വാസ്തവത്തില് ഈ മഹാവിഷ്ണു അദ്ദേഹത്തിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്, സ്വർഗത്തിനെ പോലെ ആക്കിയെടുക്കാൻ. അപ്പൊ എല്ലായിടവും നന്മ വരുത്താനാണ് ഈശ്വരൻ ചിന്തിക്കുന്നത്, വരുത്തി തീർക്കുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും അദ്ദേഹം മഹാനായ ഒരു ചക്രവർത്തിയെ മറ്റൊരു രാജ്യത്തിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക്, ചിലപ്പോ ഭൂമിയിലായിരിക്കത്തില്ല, ചിലപ്പോ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന, പാതാളം എന്നൊക്കെ പറയുന്നത് സുതലത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നത് അവിടെയും കൂടെ നന്മ വരുത്താനാണ്. എപ്പോഴും ഭരിക്കുന്നവര് നല്ലവരായിരുന്നാൽ ബാക്കിയെല്ലാം നന്നാവും. എന്നാലും കുറെയൊക്കെ മനുഷ്യരൊക്കെ കാണും, അവരൊന്നും നമുക്ക് കുറെയൊക്കെ നേരെയാക്കി എടുക്കണം, കുറെയൊക്കെ പറ്റണം. അപ്പൊ നമുക്ക് അദ്ദേഹം തരുന്ന ഇത് എന്താണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടുന്നത്. അപ്പൊ നമുക്ക് എത്രയൊക്കെ ഇതായാലും ചില മനുഷ്യർക്കൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാണും. അതിനെ ഭരിക്കുന്നവര് അതിനെ കണ്ടെത്തണം. ചിലപ്പോ ബാഹ്യമായ രൂപത്തിൽ അവർക്ക് എല്ലാം ഉണ്ട് എന്നൊക്കെ നമുക്കൊക്കെ തോന്നും. അവരെ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടുന്നത്. അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന ആഹാരം മിക്കവാറും പേർക്കൊക്കെ ഉണ്ട്. എന്നാലും വളരെ അപൂർവങ്ങളായിട്ട് ആഹാരങ്ങളില്ലാതെ, ചിലപ്പോ BPL കാർഡൊക്കെ ആണെങ്കിലും APL കാർഡായിരിക്കും ചിലപ്പോ. അപ്പൊ APL കാർഡാണെങ്കിൽ റേഷനൊക്കെ കിട്ടാൻ ഇച്ചിരിയൊക്കെ പൈസയൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ മരുന്നുകൾ ഒരുപാട് പേർക്ക് ആവശ്യമാണ്. അപ്പം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ GST എന്നൊക്കെ കുറച്ചു കൊടുക്കാം. നമ്മൾ ഈ സ്റ്റേറ്റ് വിട്ട് അന്യ സ്റ്റേറ്റിലേക്കൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ ഇഷ്ടംപോലെ കാണും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്? ഒരുപാട് ഫാക്ടറികള്, കമ്പനികള്, പിന്നെ ഓരോ കൊച്ചു കൊച്ചു വീടുകളിലും ഇങ്ങനെ ഉൽപാദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത് കൊണ്ട്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെ ഉപയോഗിച്ച് നമ്മൾ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഒരുപാട് വസ്തുക്കളും നമുക്കുണ്ട്. ഇതെല്ലാം മനുഷ്യന് ഉപകാരപ്രദമാണ്. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന വസ്തുക്കളെ കൊണ്ട് നമുക്ക് മരുന്നുണ്ടാക്കിയെടുക്കാം. മരുന്ന് കമ്പനികളിൽ കൂടി
അപ്പം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് മോഡേൺ ആധുനിക മരുന്നുകൾ, മോഡേൺ മെഡിസിൻസ്, ആ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ, സിമെന്റ് കമ്പനികൾ, ഗ്ലാസ് ഫാക്ടറികൾ, അതുപോലെ തന്നെ പാക്ക് ചെയ്യുന്നതിന് ആവശ്യമായി ഇന്നത്തെ ഏറ്റവും കൂടുതൽ വേണ്ടുന്ന എനിക്ക് തോന്നുന്നു പാക്കിംഗ് കേസസ് ആയിരിക്കും. ബോക്സുകൾ, അതിനകത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതൊക്കെ നിരവധി കമ്പനികൾ നമുക്ക് സ്ഥാപിക്കാം. അപ്പൊ ഈ കമ്പനികളൊക്കെ സ്ഥാപിക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടംപോലെ ജോലി ലഭിക്കും അല്ലെ? പ്രകൃതിയിൽ നിന്ന്, കടലിൽ നിന്ന് കിട്ടുന്ന മണ്ണിനെ വേർതിരിച്ചെടുക്കാനായിട്ട് കുറച്ചു പേർക്ക് ജോലിയും എടുക്കാം. അതിൽ നിന്ന് നമുക്ക് ഉൾക്കടലിൽ നിന്നൊക്കെ കൊണ്ടുവന്ന മണ്ണുകളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിനെയൊക്കെ വേർതിരിച്ചെടുത്തിട്ട് അതിനകത്ത് ഹാർഡ് എലിമെന്റ്സ് ഒക്കെ മാറ്റിയെടുത്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ കമ്പനികളാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പൊ ഇന്നത്തെ ഏറ്റവും നമുക്ക് ആവശ്യം വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക്, ഡോക്ടർമാർക്ക്, പിന്നെ അറിവുകൾ വേണ്ടുന്നവർക്ക്, സാധാരണക്കാർക്ക്, ബാങ്കിങ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഇപ്പം നൂതനമായ നിത്യോപയോഗം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ് അല്ലെ? നിത്യോപയോഗ സാധനം. എന്റെ തന്നെ ഇന്റർനെറ്റ് അങ്ങോട്ട് തീർന്നുണ്ടെങ്കിൽ ഞാൻ വേഗം പോയി ചാർജ് ചെയ്യുക. അപ്പൊ നമ്മുടെ കയ്യില് സമ്പത്ത് വേണം. അപ്പൊ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ ഇന്റർനെറ്റ് ചാർജ് ചെയ്യാൻ, നെറ്റ് ചാർജ് ചെയ്യാനുള്ള അപ്പൊ അതിനൊക്കെ ഒന്ന് GST ഒക്കെ ഒന്ന് കുറച്ച് കിട്ടിയാൽ ആളുകൾക്ക് എന്ത് ഉപകാരമായിരിക്കും. ഭരിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലേ കുട്ടികൾക്ക് നമുക്ക് നെറ്റിന്, അതുപോലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥർക്കൊക്കെ നമുക്ക് നെറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുത്താൽ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫീസ് ഭയങ്കരമായ ഫീസുകളൊക്കെ മേടിക്കുമ്പോൾ അവർക്ക് ദീർഘകാല പലിശ വളരെ കുറച്ച് കൊടുത്തിട്ട് ദീർഘകാലമായിട്ട് തിരിച്ചടയ്ക്കുന്നതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ ചക്രവർത്തിമാര്, ഭരിക്കുന്നവര് ഇതൊക്കെ വാസ്തവത്തിൽ ചെയ്യേണ്ടുന്നതാണ്. കുട്ടികൾ പോയി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് പലരും പഠിത്തം നിർത്തി പോകുന്നവരുണ്ട്. മഹാബലി ചക്രവർത്തിയെ പോലുള്ളവര്, യഥാർത്ഥത്തിൽ നല്ല മനുഷ്യര്, ഭരിക്കുന്നവര്, മൊത്തം നമ്മുടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതൊക്കെ കണ്ടെത്തി തരാനായിട്ട്. കണ്ടെത്തുക, അവരെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പുകൾ പുറമേ കണ്ടാൽ ഒരുപാട് നല്ല ഭയങ്കര സമ്പത്തുള്ളവരാണൊക്കെ വിചാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് സമ്പത്തൊക്കെ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ കുട്ടികളെ പഠിത്തം നിർത്തി പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിഷമത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ ചെയ്തു പോയാൽ അത് രാജ്യത്തിന് ഒരു ഭയങ്കര ദോഷമാണ്. അപ്പം പരസ്പര സംഘർഷങ്ങൾ ഇല്ലാതിരിക്കാനും, മാനേജ്മെന്റ് ആയിട്ടായാലും ഗവൺമെന്റിനായാലും, അപ്പൊ അവർക്കൊക്കെ ഒന്ന് ദീർഘകാല വായ്പകള്, അതുപോലെ തന്നെ ഫീസ് ഇളവുകള്, നെറ്റിനകത്ത് ആധുനിക യുഗത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് ഇന്റർനെറ്റ് ആണ് അല്ലെ? അത് തന്നെയല്ലേ വേണ്ടത്. ഇന്നിപ്പോ നെറ്റ് അങ്ങോട്ട് പൈസ തീർന്നു പോയാൽ അടുത്ത നിമിഷം നെറ്റ് കിട്ടത്തില്ല. അപ്പം അടുത്ത വീടുകളിലൊക്കെ നമ്മുടെ വൈഫൈ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവിടെയും ചാർജ് ചെയ്യണ്ടേ? മറ്റൊരാൾ ഫ്രീ ആയിട്ട് തരുമോ? ഇല്ല. അപ്പൊ നെറ്റാണ് ഇപ്പം ഭക്ഷണത്തിനോടൊപ്പം മരുന്ന് കഴിക്കുന്നത്, മരുന്നും ഭക്ഷണവും ഇന്റർനെറ്റും അല്ലേ? പിന്നാണ് ആളുകൾ നോക്കുന്നത്. ഒരു മുറിയേ ഉള്ളെങ്കിൽ അവരൊക്കെ ഇപ്പൊ അത് കഴിഞ്ഞോളും. എന്തുവാ, അവർക്ക് നെറ്റ് ഉണ്ടെങ്കിൽ സംതൃപ്തരാ. പിന്നെ വലിയ വലിയ ഫാഷനിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പം അവർ വിചാരിക്കും കുറച്ചൊക്കെ ഒന്നുകൂടെ ഒക്കെ വേണം. അപ്പൊ അങ്ങനെയൊക്കെ അവർ വീടുകൾ നല്ലതാക്കാനും അതിനൊക്കെ വേണം. അപ്പൊ സിമെന്റുകള്, മണല്, പാക്കിംഗ് കേസസ്, ചാക്കുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമാണ്. ഒരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനും മറ്റുമായിട്ടുള്ള പാക്കിംഗ് സാധനങ്ങൾ, സിമെന്റ്, മണല്, മെറ്റല്. മണലൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് പ്ലാസ്റ്റിക് ഒക്കെ അങ്ങനെ മാറ്റിയെടുക്കാം. പ്ലാസ്റ്റിക് ചാക്കുകളാക്കി മണൽ നിറച്ചങ്ങോട്ട് കൊടുക്കാം വേണമെങ്കിൽ. പുഴ മണ്ണുകള്, നദിയൊക്കെ കര കവിഞ്ഞൊഴുകുന്നതിന്റെ ഒരു പ്രധാന കാരണം നദിയില് മണലടിഞ്ഞു കൂടുന്നതാണ്. നദിയൊക്കെ നമ്മള് മണല് മാറ്റിയെടുക്കണം. അതിന്റെ അടിത്തട്ട് എത്രത്തോളം ഉണ്ട്. ആധുനിക മെഷീനുകൾ, ആധുനിക യന്ത്രങ്ങള്, ആധുനിക കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പുഴയുടെ അടിത്തട്ട് വൃത്തിയാക്കി മണ്ണ് മാറ്റിയെടുത്ത് മണലായിട്ട് ഉപയോഗിച്ചാല് അതിന്റെ ഒഴുക്ക് അത് കൃത്യമായിട്ട് പോക്കോളും. നദികൾ ഓവർഫ്ലോ ചെയ്യത്തില്ല. നമ്മുടെ ഹിമാലയൻ നദികളൊക്കെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാം. ഒരു 5-6 സ്ഥലത്തേക്കൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടണം. അല്ലെങ്കിൽ വേണ്ടപ്പം മാത്രം, അല്ലാത്തപ്പോ ക്ലോസ് ചെയ്ത് വെക്കാം. വേണ്ടപ്പം മഴ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഓപ്പൺ ചെയ്യണം.
മനസ്സിലാവുന്നുണ്ടല്ലോ. അതിനെ ഓപ്പൺ ചെയ്താല് മുകളിൽ നിന്നുള്ള മണ്ണ്, മണല്, എക്കൽ നിറഞ്ഞ നല്ല വളം അടങ്ങിയ നല്ല സാധനങ്ങളാണ് പുഴയിലെ മണ്ണെന്നൊക്കെ പറയുന്നത്. പുഴയിലെ മണ്ണിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്ടംപോലെ മണല് മാറ്റിയെടുക്കണം. അതിന് ഒഴുകി പോകാൻ പാകത്തിന്. മുകളിൽ നിന്നാണ് ജലത്തിന്റെ ഒഴുക്ക് താഴോട്ട്, താഴെ നിന്ന് മുകളിലോട്ട് ഒരിക്കലും നദികൾ ഒഴുകാറില്ല. ജലം അങ്ങനെയാണ്, ജലത്തിന്റെ ഒരു ഇത് അല്ലെ. നമ്മളായാലും അങ്ങനെ തന്നെ. ഭൂമിയുടെ ഗ്രാവിറ്റി ഇങ്ങോട്ടാണ്, നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പൊട്ടൻഷ്യൽ, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പൊ ആളുകൾക്ക് ജോലി കൊടുക്കുക, നെറ്റിനകത്തും ഒക്കെ GST അതുപോലെയുള്ള ടാക്സുകളൊക്കെ ഒഴിവാക്കി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നമുക്ക് മഹാബലിയെ പോലൊന്നും ആകാൻ ഒരു മനുഷ്യർക്കും പറ്റത്തില്ല. ഭഗവാന്റെ പ്രിയ ഒരു ജന്മമാണ് മഹാബലി എന്ന് പറയുന്നത്. വാമനൻ തന്റെ പാദം മഹാബലിയുടെ തലയിൽ വെച്ചു എങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അതിന് അർഹതപ്പെട്ട ഏറ്റവും ഭക്തനായ, ഏറ്റവും നല്ലവനായ ഒരു മനുഷ്യനായിരിക്കും. അല്ലാത്ത ആരെയും ദൈവം അങ്ങനെ വന്നങ്ങ് സ്വന്തം കാലൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുക്കുവോ? ഇല്ല. ഏറ്റവും നല്ല മഹാബലി ചക്രവർത്തിയെ ഒരു ദിവസം കൂടെ കഴിയുമ്പോ കേരളത്തില് തിരുവോണമാണ്. അപ്പൊ നമുക്കെല്ലാം സന്തോഷത്തോടു കൂടി മഹാബലിയെയും ആ വാമനനെയും നമുക്ക് പരമ്പരാഗത രീതിയിൽ നമ്മൾ ഓണം ആഘോഷിക്കുക. നമ്മൾ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി, പൂക്കളൊക്കെ കൃഷി ചെയ്തും അത്തം മുതൽ നമുക്ക് പൂക്കളൊക്കെ ഇടാം. കുറച്ചു പേർക്കൊക്കെ ജോലിയൊക്കെ ആ പൂക്കൃഷിയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് പൂവും വേണം, ഓണപ്പൂക്കളവും വേണം, പുലികളിയും വേണം, വള്ളംകളിയും വേണം, ബോട്ട് റേസ് എല്ലാം വേണം. നമുക്കെല്ലാം വേണം. പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് എപ്പോഴും കൊണ്ടു നടക്കേണ്ടുന്നത്? എപ്പോഴും നമ്മളിത് കുറെ കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കണം. അതിനകത്തുനിന്നുള്ള പാഠം നമ്മൾ ഉൾക്കൊള്ളണം. ആ പാഠം ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല മനുഷ്യരായിട്ട് മാറുന്നത്. സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതൊക്കെ പറയാമെന്നല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിലെ ചിന്തകൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ആളുകൾക്ക് ആവശ്യത്തിന് നെറ്റ്, അതാണ് നമുക്കിപ്പോ അത്യാവശ്യം കുട്ടികൾക്കൊക്കെ പഠിക്കാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ നെറ്റാണ് വേണ്ടുന്നത്. ഭക്ഷണവും വായുവിനോടും ഒപ്പം വെള്ളം, ആഹാരം, വസ്ത്രം, വായു, അതിനോടൊപ്പം അടുത്ത സ്ഥാനം ഇന്റർനെറ്റിനാണ്. ചാർജ് ചെയ്തില്ലെങ്കിൽ പോയി കാര്യങ്ങള്. അപ്പൊ നമുക്കൊരു പുസ്തകം എടുത്ത് വായിക്കണമെങ്കിൽ നെറ്റ് വേണം. പഴയ പുസ്തകങ്ങളും നമ്മൾ സൂക്ഷിച്ചു വെക്കണം. പഴയ പുസ്തകങ്ങളും നമ്മൾ വായിക്കണം. അതിനകത്ത് നിന്നൊക്കെ മനസ്സിലാകാതെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നെറ്റ് എടുത്ത് വെച്ച് നോക്കാം. പക്ഷെ നെറ്റിനകത്ത് പല കാര്യങ്ങളൊക്കെ അല്ലാത്തതും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മുടേതായ രഹസ്യങ്ങള്, നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടേതായ പഴയ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ വീണ്ടും വീണ്ടും അതിനെ പബ്ലിഷ് ചെയ്ത് എഴുതി പ്രിന്റ് ചെയ്തൊക്കെ വെക്കണം. പല രീതിയിലും പല സ്ഥലത്തും നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളിലും ഒക്കെ. അപ്പൊ നമ്മൾ കേരളീയര് അപ്പൊ ഓണം ആഘോഷിക്കണ്ടേ? നല്ല സദ്യയോടുകൂടി നമ്മൾ പൂർവികരെയൊക്കെ ഓർത്ത് നല്ല വിഭവ സമൃദ്ധമായ സദ്യ, അത് ഇലയിലങ്ങോട്ട് വിളമ്പി നമ്മുടെ നാക്കിന്റെ രുചിക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളും അതിനകത്ത്, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ നല്ല ചൂടോടെ ചോറ് നല്ല ഇലയിൽ വിളമ്പി, പ്ലാസ്റ്റിക് ഇലയിൽ ഒന്നും വിളമ്പി കഴിക്കല്ലേ, നല്ല ഇലയില് വിളമ്പി ചൂട് ചോറും ആഹാരമൊക്കെ. ബാക്കിൽ വെള്ളം വരുന്നില്ലേ ആ സദ്യയുടെ കാര്യം പറയുമ്പോ? നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും രസവും, അവസാനം മോരും രസവും ഒക്കെ ഒഴിച്ച് നമ്മൾ ആഹാരമൊക്കെ നല്ല തൃപ്തിയോടെ കഴിച്ച് ആ മഹാബലിയെ ഓർത്തുകൊണ്ട്, പൂർവികരെ ഓർത്തുകൊണ്ട് നമുക്ക് ഓണം ആഘോഷിക്കാം. ഓണം എന്ന് പറയുന്നത് പ്രഹ്ലാദന്റെ മകൻ വംശപരമ്പരയിൽപ്പെട്ട മഹാബലി ചക്രവർത്തി കേരളം ഭരിച്ച ആ ചക്രവർത്തിയെ നമ്മൾ ഓർത്തുകൊണ്ട് ചാതുർമാസത്തിലേക്ക് കടക്കുകയാണ് ഈ ഓണം. കേരളത്തിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി പല സ്റ്റേറ്റുകളിലേക്കും കടക്കുകയാണ്. അപ്പം ഇത് കേരളത്തിൽ മാത്രമല്ല ഓണം എന്ന് പറയുന്നത്, ഇന്ത്യ ഒട്ടാകെ എവിടെയൊക്കെ ഇന്ത്യക്കാരുണ്ടോ അവിടെയൊക്കെ ഓണവും ഉണ്ട്. അപ്പൊ നമുക്ക് സന്തോഷത്തോടുകൂടി ഈ ഓണത്തിനെ നമുക്ക് ആഘോഷിക്കാം അല്ലേ? ആഘോഷിക്കൂടെ?
ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്, ആർക്കാണില്ലാത്തത്? അതുപോലെ തന്നെ ഒരു സഹായം ചോദിക്കുമ്പോൾ സഹായം ചോദിക്കുമ്പോൾ അടുത്ത നിമിഷം അത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ വരുമ്പോ പിന്നെ തരാന്ന് പറഞ്ഞാൽ അതിന് കാര്യമുണ്ടോ? ഇല്ല. ഒരു സഹായം ചോദിച്ചാല് അത് അടുത്ത നിമിഷം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അതും കൂടിയാണ് ഓണത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇല്ലാത്തവരെ കണ്ടെത്തുക, വലിയ മനുഷ്യരായിട്ട് തോന്നുകയാണെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് സഹായം കൊടുത്തിരിക്കണം. അതാണ്. അപ്പൊ നമ്മളുടെ രഹസ്യമായിട്ടുള്ള നമ്മൾ നോക്കിയും കണ്ടും സാധാരണ ജനങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്കൊക്കെ എത്തിച്ചത് കൊടുക്കണം. അപ്പൊ ആഹാരമായിട്ട് മാത്രമായിരിക്കത്തില്ല, നല്ല വസ്ത്രങ്ങൾക്കും ആയിരിക്കത്തില്ല, ചിലപ്പോൾ വീടിന്റെയൊക്കെ ലോൺ അടയ്ക്കാനായിരിക്കും, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഫീസിനായിരിക്കും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ് ആയിട്ട് വരുന്ന ഓരോ പ്രശ്നങ്ങളും ഒക്കെ കാണും. അപ്പൊ അവരെയൊക്കെ സഹായിക്കാനും നമുക്ക് മനസ്സുണ്ടാകണം. സഹായം ആ ഭിക്ഷയാണ് നമ്മളത് കൊടുക്കേണ്ടുന്നത്. ഭിക്ഷയായിട്ട് ഒരു ഭിക്ഷ ചോദിച്ചാൽ നാളേക്ക് മാറ്റി വെക്കരുത്. ഭിക്ഷ ചോദിക്കുമ്പോൾ ആ ഭിക്ഷ ആ സമയത്ത് തന്നെ കൊടുക്കണം. ഭിക്ഷക്കാരോട് ഒരിക്കലും നാളെ വരാൻ പറയരുത്. ഭിക്ഷ വന്ന് ചോദിക്കുമ്പോൾ ഭിക്ഷ അത്രയും ദയനീയമായിട്ടാണ്. ചിലരൊക്കെ കള്ളു കുടിക്കാനും അങ്ങനെ ഞാൻ അങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കുക. എന്നാലും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യഥാർത്ഥമായ വസ്തുത കണ്ടെത്തിയിട്ട് യഥാർത്ഥത്തിൽ അവരെ സഹായിക്കേണ്ട, അല്ലെ? നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കുക. പക്ഷെ ഭരിക്കുന്നവർക്കൊക്കെ അത് ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാം. ഒരു കാര്യം നമ്മൾ കൈ നീട്ടുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം അത് സഹായിച്ചിരിക്കണം. അതാണ് അതിന്റെ ഒരു മേന്മയെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ചോദിക്കുന്നവർ കൂടെ വളരെയധികം വിഷമം ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ ഓണത്തിന്റെ ചിന്തകള് കൂടി ഞാന് മഹാബലി തമ്പുരാനെ, വാമനനായ മഹാവിഷ്ണുവിനെ, ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഓണം